ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സമാധാനം കൈവരിക്കാൻ നിശ്ചയദാർഢ്യത്തോടെ സ്വയം പരിശീലിപ്പിക്കുക. ബുദ്ധൻ. നിങ്ങളുടെ എന്തിനേയും അംഗീകരിക്കുക. സമാധാനം നേടാനുള്ള ആദ്യപടി നിങ്ങളുടെ ജീവിതത്തിലെ നല്ലതും ചീത്തയും അംഗീകരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് നിങ്ങളുടെ സമയവും ഊർജവും പാഴാക്കുന്നു. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ക്ഷണിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. നാത്മകമായ ചിന്തകൾ സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കും. അത് സമാധാനം കൈവരിക്കുന്നതിന് തടസ്സമാകും. നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിക്കുക. നാത്മകമായ ചിന്തകളെ പോസിറ്റീവ് ആയവയായി മാറ്റാൻ ശ്രമിക്കുക. 3. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. മൈൻഡ്ഫുൾനെസ് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു പരിശീലനമാണ്. ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും സമാധാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ധ്യാനം, യോഗ, പ്രകൃതിയിൽ സമയം ചെലവഴിക്കൽ എന്നിവ മൈൻഡ്ഫുൾനെസ് പരിശീലിപ്പിക്കാനുള്ള ചില വഴികളാണ്. 4. കൃതജ്ഞത പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതുകയോ രാവിലെ ഉണരുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അവയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുക. ദയ ഏറ്റുപറയുക. മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത് നിങ്ങൾക്കും അവർക്കും സന്തോഷവും സമാധാനവും നൽകും. സ്വയം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുക. നിങ്ങളുടെ ശാരീരിക ആരോഗ്യം നിങ്ങളുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ചെയ്യുക, ഉറക്കം ലഭിക്കുക എന്നിവ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാനും സമാധാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. 8. നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങൾ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുകയും ആവശ്യമെങ്കിൽ നോ എന്ന് പറയാൻ പഠിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ സമയവും ഊർജവും സംരക്ഷിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. 9. നിങ്ങളുടെ അഭിനിവേശങ്ങൾ പിന്തുടരുക. നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് സന്തോഷവും സമാധാനവും നൽകും. നിങ്ങളുടെ അഭിനിവേശങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവ പിന്തുടരുക. 10. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കും. ഒരു പാർക്കിൽ നടക്കാൻ പോകുക, കടലിൽ മണ്ണിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മരത്തിനടിയിൽ ഇരിക്കുക. മനസ്സമാധാനം നേടുന്നത് എളുപ്പമല്ല, പക്ഷേ അത് തീർച്ചയായും സാധ്യമാണ്. ഈ നുറുങ്ങുകൾ പിന്തുടരുകയും നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സഹായം ലഭിക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്ന് എന്നെ അറിയിക്കുക. ഞാൻ സഹായിക്കാൻ ഇവിടെയുണ്ട്. ശലഭം ശാന്തി തേടിയ കഥ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കാർത്തികേയൻ എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. പുഴയുടെ മടിത്തട്ടിൽ തെങ്ങുകൾ തല ഉയർത്തി നിൽക്കുന്ന പുഴ ഒഴുകുന്ന ഗ്രാമം. പക്ഷേ കാർത്തികേയന്റെ മനസ്സിൽ സമാധാനമെന്ന ഈറ്റലില്ലായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും കോപം, ഉത്കണ്ഠ, പ്രതീക്ഷയുടെ അഭാവം, ഇതായിരുന്നു അവന്റെ ദിവസങ്ങൾ. ഒരു ദിവസം തന്റെ വയലിലൂടെ നടക്കുമ്പോൾ മഴവിറയും കൊണ്ട് പറക്കുന്ന ശലഭത്തെ കാണാനിടയായി കാർത്തികേയൻ. ആ കുഞ്ഞൻ ചിറകടിച്ചു പറക്കുന്നതിൽ ഒരു ലാളിത്യം, ഒരു നിഷ്കളങ്കത അവനെ അമ്പരപ്പിച്ചു. കാറ്റു വീശുമ്പോൾ പിഴയ്ക്കുമെന്ന ഭയമില്ലാതെ ഉയർന്നും താഴ്ന്നും പറക്കുന്ന ആ ശലഭത്തിന് എവിടെ നിന്നാണ് ഈ സമാധാനം? അന്ന് രാത്രി കാർത്തികേയൻ ഉറങ്ങിയില്ല. ശലഭത്തിന്റെ നിശ്ചയദാർഢ്യം മനസ്സിൽ കൊത്തിവച്ചു. തന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കെതിരെ പൊരുതാനുള്ള നിശ്ചയം ഉറപ്പിച്ചു. അടുത്ത ദിവസം മുതൽ യോഗയും മെഡിറ്റേഷനും പരിശീലിച്ചു തുടങ്ങി. പ്രകൃതിയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. നാത്മക ചിന്തകളെ നല്ലവയെ കൊണ്ട് മാറ്റാൻ ശ്രമിച്ചു. ക്ഷമ പുലർത്തി, നന്ദിയുള്ളവനായി. മാറ്റം പതുക്കെ വന്നു. ദേഷ്യം കുറഞ്ഞു, സമാധാനം വളർന്നു. ഉത്കണ്ഠയുടെ മേഘങ്ങൾ നീങ്ങി, ആകാശം തെളിഞ്ഞു. ചെറിയ നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തി, വലിയ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു. കാറ്റിൽ പറക്കുന്ന ശലഭം പോലെ ജീവിതത്തിന്റെ തിരമാലകളെ നിശ്ചയത്തോടെ നേരിടാൻ അവൻ പഠിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ കാർത്തികേയൻ മറ്റൊരു മനുഷ്യനായി മാറി. സന്തോഷവും സമാധാനവും നിറഞ്ഞ കണ്ണുകളുമായി അവൻ ഗ്രാമത്തിൽ നടന്നു.
ആ യാത്രകളിൽ അവൻ കണ്ടു, താൻ ഒറ്റയ്ക്കല്ല, ശലഭങ്ങളെപ്പോലെ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ നേരിട്ട് പറക്കാൻ ശ്രമിക്കുന്നു. ചിലർ ശക്തരാണ്, ചിലർ പരുക്കുപറ്റിയവരാണ്, ചിലർ വഴിതെറ്റിയിരിക്കുന്നു. സ്വയം പരിശീലിപ്പിക്കാനുള്ള യാത്രയിൽ കാർത്തികേയൻ തനിച്ചായിരുന്നില്ല. ഗ്രാമത്തിലെ മുതിർന്നവർ അവന് വഴികാട്ടികളായി. പ്രകൃതിയിലെ ശബ്ദങ്ങൾ അവന്റെ മനസ്സ് ശാന്തമാക്കി. രാത്രിയുടെ ഇരുട്ടിൽ പോലും ആകാശത്തെ വിടാതെ കാണുന്ന നക്ഷത്രങ്ങൾ അവന് പ്രതീക്ഷ നൽകി. പതുക്കെ ഗ്രാമം മുഴുവൻ കാർത്തികേയന്റെ കഥ ഏറ്റെടുത്തു. കൊടുങ്കാറ്റുകളിൽ ഉറച്ചു നിൽക്കാനും സൂര്യപ്രകാശം തേടാനും പഠിച്ചു. ഒരു ദിവസം ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ആഘോഷം നടന്നു. ഭജനയുടെ ഈണത്തിൽ ലയിച്ചു നിൽക്കുമ്പോൾ കാർത്തികേയൻ ശലഭങ്ങളെ കണ്ടു. ദേവതകളുടെ അനുഗ്രഹം പോലെ നൂറുകണക്കിന് ശലഭങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും പറന്നു. ഓരോന്നും വ്യത്യസ്തമായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഒരേ ലക്ഷ്യം: സ്വതന്ത്രമായി പറക്കുക, സന്തോഷം കണ്ടെത്തുക. അയാൾ മനസ്സിലാക്കി, സമാധാനം ഒരു വ്യക്തിപരമായ യാത്രയല്ല, എല്ലാവരും ഒന്നിച്ചു പങ്കുവയ്ക്കുന്ന ഒരു ലക്ഷ്യമാണെന്ന്. അന്നുമുതൽ കാർത്തികേയൻ തന്റെ സഹജീവികൾക്ക് ശലഭക്കഥ പറഞ്ഞു തന്നു. മനസ്സിലെ കൊടുങ്കാറ്റുകളെ അതിജീവിക്കാനും ജീവിതത്തിന്റെ തേനും പൂക്കളും ആസ്വദിക്കാനും അവരെ പ്രചോദിപ്പിച്ചു. ഗ്രാമം മുഴുവൻ സമാധാനത്തിന്റെ ഒരു ശലഭത്തോട്ടമായി മാറി. ഓരോരുത്തരും അവരുടെ ചിറകടികൾ പരിശീലിപ്പിച്ചു, സൂര്യനിലേക്ക് പറക്കാൻ പഠിച്ചു. ഇന്നും കാർത്തികേയനും ഗ്രാമവും ഒരു പാഠം നൽകുന്നു. ശലഭങ്ങളെപ്പോലെ നിശ്ചയദാർഢ്യത്തോടെയും പരിശീലനത്തോടെയും സമാധാനം നേടാൻ നമുക്കും പറക്കാം. നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമാക്കി മാറ്റാം, പോസിറ്റീവായ ചിന്തകളും പ്രവൃത്തികളും നട്ടുപിടിപ്പിക്കാം. കൂടുതൽ പുറങ്ങൾ ചലിപ്പിച്ച് സൂര്യപ്രകാശം തേടി പറക്കാം. എന്തെന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ചിറകടികൾ ലോകത്തെ കൂടുതൽ സമാധാനപൂർണമാക്കാൻ സഹായിക്കും. ഇതാണ് കാർത്തികേയന്റെ ശലഭക്കഥ. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സമാധാനം കണ്ടെത്താനുള്ള പ്രചോദനമാകട്ടെ. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.